പ്ലസ് ടു റിസൾട്ട് വന്നതിന് ശേഷം നഴ്സിംഗ് അഡ്മിഷനിൽ പലരും കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അത് മനസ്സിലാക്കിയാൽ ഗവൺമെന്റ് സീറ്റിന്റെ ചാൻസ് കൂടും. പ്ലാൻ ബി ഡിസിഷൻ കൂടുതൽ ക്ലിയർ ആവും. ഇന്ന് പ്ലസ് ടുവിന് 77.97 വിജയ ശതമാനം. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും പേരൻസിനും ഒരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കണം? കേരളത്തിൽ സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഗവൺമെന്റ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് എന്താണ്? ഈ കൺഫ്യൂഷൻ കാരണം പലരും ധൃതി പിടിച്ച് കോളേജ് തിരഞ്ഞെടുക്കും. നഴ്സിംഗ് അഡ്മിഷൻ ആദ്യം ചെയ്യേണ്ടത് കോളേജ് തിരഞ്ഞെടുക്കലല്ല. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് സീറ്റ് ചാൻസ് എവിടെയാണ് കൂടുതലെന്ന് മനസ്സിലാക്കുകയാണ്. അതിന് ഇൻഡെക്സ് മാർക്ക്, ഓപ്ഷൻ സ്ട്രാറ്റജി, കോളേജ് സെലക്ഷൻ, പ്രൈവറ്റ് കോളേജ് സേഫ്റ്റി, പ്ലാൻ ബി അഡ്മിഷൻ ഇവയെല്ലാം വ്യക്തമായി കാണണം. ഒരു ഡിസിഷൻ മാത്രം നോക്കി അഡ്മിഷൻ എടുക്കരുത്. മുഴുവൻ പാത്രയും കണ്ടിട്ട് വേണം തീരുമാനമെടുക്കാൻ. കാരണം നല്ല മാർക്ക് ഉണ്ടായാലും റോങ് ഓപ്ഷൻ കൊടുത്താൽ നല്ല കോളേജുകൾ മിസ്സാവും. അതുപോലെ ആവറേജ് മാർക്ക് ആയാലും കറക്റ്റ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ബെറ്റർ ചാൻസും ഉണ്ടാവും. അതുകൊണ്ട് നഴ്സിംഗ് അഡ്മിഷൻ സ്പീഡ് അല്ല പ്രധാനപ്പെട്ടത്, ക്ലാരിറ്റിയാണ് പ്രധാനപ്പെട്ടത്. പല സ്റ്റുഡൻസും ചെയ്യുന്ന ഏറ്റവും കോമൺ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ? സീറ്റ് ചാൻസ് നോക്കാതെ കോളേജിന്റെ നെയിം മാത്രം നോക്കി ഓപ്ഷൻ കൊടുക്കുന്നതാണ്. നഴ്സിംഗ് അഡ്മിഷനിൽ വ്യക്തമായ ഗൈഡൻസ് വേണമെങ്കിൽ നഴ്സിംഗ് എന്ന് കമന്റ് ചെയ്യും. ഡെയിലി യൂസ്ഫുൾ കൺസെപ്റ്റ് വളരെ ലളിതമായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന റീൽസുകൾ കാണാനായിട്ട് ഈ പേജ് ഒന്ന്